ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൻ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് ടോസ്റ്റ്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാം. വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്ത് വയ്ക്കാം. ഒരു കപ്പ് കടലമാവ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ ബാറ്റർ അധികം ലൂസും ആവരുത്, അധികം തിക്കും ആവരുത്. ഇതേ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്താൽ മതി. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഈ കടലമാവിൻ്റെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക. 2 സൈഡും നന്നായിട്ട് മുക്കിയെടുക്കണം. അധിക നേരം അതിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ബ്രെഡ് കുതിർന്ന് ആകെ പൊടിഞ്ഞു പോവും. ഇനി ഈ മുക്കിയെടുത്ത ബ്രെഡ് പാനിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ചുറ്റും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2-3 മിനിറ്റിൽ നമുക്ക് കുക്കായി കിട്ടും. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡും ഇതേപോലെ മറിച്ചിട്ടിട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ഇതൊരു നല്ലൊരു സ്നാക്കാണ്, അധികം ഓയിലൊന്നും ഇല്ല, വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്